നമസ്കാരം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് 2024 മുഴുവൻ കറണ്ട് അഫേഴ്സും ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സീരീസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഡേ 1 ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു സീരീസിന് നമ്മളൊരു പേര് ഇട്ടിട്ടുണ്ട്, പോക്കറ്റ് CA എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. ഒന്നുമില്ല, പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളെല്ലാം ഈ പറയുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. മുഴുവൻ നോട്ടായിട്ട് എഴുതണ്ട, പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓർക്കെടുക്കാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ, വർഷങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ സംഭവങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അത് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഡെയിലി ആയിരിക്കട്ടെ, ആഴ്ചയിലായിക്കോട്ടെ, മന്ത്ലി ആയിക്കോട്ടെ, അതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ മൊത്തം നോട്ടും അല്ല നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈ ക്ലാസ് കണ്ടതിന് ശേഷം, ഇതിന്റെ PDF വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇത് വായിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ഉറപ്പുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യുക. അത് എപ്പോഴും ഒന്ന് ഹോൾഡ് ചെയ്യുക, എപ്പോഴും ഒന്ന് കയ്യിൽ കരുതുക. അത് എപ്പോഴും ഈ പറയുന്ന യാത്രയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇവന്റിലൊക്കെ നിൽക്കുന്ന സമയത്തോ ഫോൺ ത്രൂ ആയാലും നോക്കി വായിച്ച് റിവൈസ് ചെയ്താൽ മതിയാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസിന് തന്നെ പോക്കറ്റ് CA എന്നൊരു സീരീസ് ആയി ഇട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആദ്യം തന്നെ ഒരു ന്യൂജൻ ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂജൻ ചോദ്യം ഇങ്ങനെയാണല്ലോ: തെറ്റായ പ്രസ്താവന, ശരിയായ പ്രസ്താവന, തെറ്റായ ജോഡി, ശരിയായ ജോഡി. അപ്പൊ നോക്കൂ, ഓപ്ഷൻ എ നോക്കൂ, അഗ്നി 5 ദൗത്യമായ മിഷൻ ദിവ്യാസ്ത്ര. അപ്പൊ അത് തന്നെ ഒരു ചോദ്യമാണല്ലോ. എന്താണ് അഗ്നി 5ന്റെ ദൗത്യത്തിന്റെ പേരെന്താണ്? മിഷൻ മറക്കല്ലേ, ദിവ്യാസ്ത്ര എന്നാണ്. അതിന് നേതൃത്വം നൽകിയൊരു മലയാളി ശാസ്ത്രജ്ഞയാണ്. അവരുടെ പേര് ഷീന റാണി എന്നാണ്. നമുക്കറിയത്തില്ല, ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയില്ല എന്നിരിക്കട്ടെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കി അത് ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടാമത്തെ കണ്ടീഷനാണ്. നോക്കൂ, ഓപ്ഷൻ ബി നോക്കൂ, പത്മപ്രഭ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ്. അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടി ആണ്. ഓപ്ഷൻ സിയിലേക്ക് വരുന്നു, കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയത് മോഹൻലാൽ ആണ്. ഓപ്ഷൻ ഡി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം, ആ വാക്ക് ഇമ്പോർട്ടന്റ്, അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. ഈ 4 പ്രസ്താവനകളാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. കാഴ്ചയുടെ തന്മാത്രകൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഒരിക്കലും മോഹൻലാൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണെങ്കിൽ നമുക്കറിയാം, മലയാളത്തിലെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് മോഹൻലാൽ. അപ്പൊ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എങ്കിൽ നമുക്കത് ധാരണയാണ്. കാരണം സമൂഹ മാധ്യമങ്ങൾ വഴിയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ ഇത് കാണുന്നതാണ്. അപ്പൊ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയത് ആരല്ല? മോഹൻലാൽ അല്ല. അത് തന്നെ തെറ്റായ പ്രസ്താവനയാണ്. അത് മലയാള പ്രധാനപ്പെട്ട ചലച്ചിത്ര സംവിധായകനായ ബ്ലസ്സിയാണ് ഈ പറയുന്ന കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലയോ? അപ്പൊ ബാക്കിയുള്ള 3 പ്രസ്താവനകൾ ഒന്ന് പരിശോധിക്കണം. അഗ്നി 5ന്റെ ദൗത്യത്തിന്റെ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. ഈ മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞയുടെ പേര് ഷീന റാണി എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരമായിട്ട് എഴുതണം. എന്താ? അഗ്നി 5ന്റെ ദൗത്യത്തിന്റെ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. അതിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞയുടെ പേര് എന്താണ്? അത് ഷീന റാണി എന്നാണ്. അടുത്തത് പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണല്ലോ. പത്മപ്രഭ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സാഹിത്യകാരൻ കൂടിയായ റഫീഖ് അഹമ്മദ് ആണ്. അപ്പൊ ആ പ്രസ്താവനയും ശരിയാണ്. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ, ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി, അതൊരു മലയാളിയാണല്ലോ, മലയാളി പർവ്വതാരോഹകന്റെ പേര് ഷെയ്ഖ് ഹസൻ ഖാൻ എന്നാണ്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് ഓഗോസ് ദെൽ സലാദോ. അത് കീഴടക്കിയ മലയാളി പർവ്വതാരോഹകന്റെ പേര് ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. അപ്പൊ ഈ 4 പ്രസ്താവനകളിൽ ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയത് ആരല്ല? മോഹൻലാൽ അല്ല, അത് ബ്ലസ്സിയാണ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം മലയാള ചലച്ചിത്ര സംവിധായകനായ ബ്ലസ്സി എഴുതിയതാണെന്ന് ഓർത്തു വെക്കണം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം നമുക്കറിയാം, ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ് 2024 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഹ്രസ്വചിത്രത്തിന്റെ പേരാണ് കൈമിറ.
ഈ കൈമിറ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഒരു മലയാളിയാണല്ലോ? ഉത്തരം ഐശ്വര്യ തങ്കച്ചനാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ സെബിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കാണും. സെബിയുടെ നിലവിലെ അധ്യക്ഷയുണ്ട് മാധവി പുരിബുച്ച്. അത് മാത്രമല്ല വേറെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഒക്കെ ഉണ്ട് സെബിയുമായി ബന്ധപ്പെട്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ 2024 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഹ്രസ്വ ചിത്രത്തിന്റെ പേരെന്താണ്? അത് കൈമീറ എന്നാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് ഐശ്വര്യ തങ്കച്ചൻ. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് കേരള മീഡിയ അക്കാദമി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള മീഡിയ അക്കാദമിയുമായി ബന്ധപ്പെട്ട മിക്ക മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള മീഡിയ അക്കാദമി നിലവിൽ വന്നതെന്നാണ്. ഇതെല്ലാം വർക്കൗട്ട് ബാച്ചിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കേരള മീഡിയ അക്കാദമിയുടെ 2024 മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പത്രപ്രവർത്തകരുടെ പേര് വാഇൽ ദഹ്ദൂഹ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അൽ ജസീറ എന്ന പത്രമാധ്യമ അല്ലെങ്കിൽ പത്ര സ്ഥാപനത്തിലെ ജീവനക്കാരനായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമായ വാഇൽ ദഹ്ദൂഹ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേരള മീഡിയ അക്കാദമിയുടെ 2024 മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പത്രപ്രവർത്തകൻ. ആരാണ്? ഈ പറയുന്ന അൽ ജസീറ പത്രപ്രവർത്തകനായ വാഇൽ ദഹ്ദൂഹ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഐശ്വര്യ തങ്കച്ചനെ മറക്കരുത്. കൈമീറ സിനിമ സംവിധാനം ചെയ്തതാണ്. അതിന്റെ പ്രത്യേകത എന്താ? കൈമീറയുടെ പ്രത്യേകത എന്താ? 2024 കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഹ്രസ്വ ചിത്രത്തിന്റെ പേരാണ് കൈമീറ. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. താഴെ പറയുന്ന വ്യക്തികളിൽ, അതൊരു ചോദ്യമാണല്ലോ, ന്യൂജൻ ചോദ്യമാ. താഴെ പറയുന്ന വ്യക്തികളിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അതിലെ ജേതാവ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ശ്വേത കെ സുഗതൻ, ഓപ്ഷൻ ബി ചിത്ര വിശ്വേശ്വരൻ, ഓപ്ഷൻ സി പമേല അന്ന മാത്യു, ഓപ്ഷൻ ഡി ഐശ്വര്യ തങ്കച്ചൻ. അപ്പൊ ഇതിൽ ഐശ്വര്യ തങ്കച്ചൻ അല്ലെന്ന് നമുക്കറിയാം. എന്താ ഐശ്വര്യ തങ്കച്ചന്റെ പേര്? പ്രത്യേകത എന്താ? കൈമീറ എന്ന സിനിമ സംവിധാനം ചെയ്ത മലയാളിയാണ് ഐശ്വര്യ തങ്കച്ചൻ. അപ്പൊ അതാവത്തില്ല. ഒന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കാം, ബി ആയിരിക്കാം, സി ആയിരിക്കാം. നോക്കൂ, ഓരോ ഓപ്ഷൻ പരിശോധിച്ചു. ശ്വേത കെ സുഗതൻ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ? റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ 2 വർഷമായി, അതായത് ഈ വർഷം 2025 അല്ല, 2024 2023 റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ഒരു IAS അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. അതിന്റെ പേര് ശ്വേത കെ സുഗതൻ. അതെന്തായാലും ഇവിടെ വരൂലല്ലോ. നിശാഗന്ധി പുരസ്കാരം അപ്പം ഈ പറയുന്ന നൃത്ത മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമായിരിക്കും. ദെൻ പമേല അന്ന മാത്യുവിനെ നമ്മൾ പരിശോധിച്ചാൽ പമേല അന്ന മാത്യു ഒരു സംരംഭകയാണ്. അപ്പൊ അതും വരാൻ സാധ്യതയില്ല. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ചിത്ര വിശ്വേശ്വരൻ. അതായത് വേറെ ഒന്നുമില്ല, 2024 എന്ത് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അത് ചിത്ര വിശ്വേശ്വരനാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി അതിലെ ഓരോ വ്യക്തികളെയും നമ്മൾ പരിശോധിച്ചാൽ ശ്വേത കെ സുഗതന്റെ പ്രത്യേകത എന്താ? റിപ്പബ്ലിക് ദിന പരേഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മത്സര പരീക്ഷയിൽ 2024 2025 റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിപ്പിക്കും. അതിന്റെ കണ്ടന്റ് ഓർത്തു വെക്കണം. അതിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലി പോലീസ് സംഘത്തെ 2 തവണ നയിച്ച ആദ്യ വനിത മലയാളിയായ IPS ഉദ്യോഗസ്ഥരുടെ പേരാണ് ശ്വേത കെ സുഗതൻ. അതൊന്ന് ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലി പോലീസ് സംഘത്തെ 2 തവണയാണ്. അപ്പൊ ദില്ലി എന്ന് പറയുന്നത് ദില്ലിക, പഴയ കാലത്ത് ഇന്ദ്രപ്രസ്ഥ, ദില്ലി എന്നീ പേരിൽ അറിയപ്പെടുന്ന ന്യൂഡൽഹി എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലി പോലീസ് സംഘത്തെ 2 തവണ നയിച്ച ആദ്യ വനിത മലയാളി കൂടിയായ IPS ഉദ്യോഗസ്ഥരുടെ പേര് ശ്വേത കെ സുഗതൻ എന്നല്ലേ ഓപ്ഷനിൽ പറഞ്ഞായിരുന്നു. ദെൻ പമേല അന്ന മാത്യുവിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഒരു സംരംഭകയാണെന്ന് പറഞ്ഞു. സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ പുരസ്കാരം 2024 അർഹയായ വനിതാ സംരംഭകയുടെ പേര് പമേല അന്ന മാത്യു ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ ഈ പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, IMF, IBRD ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മലയാളികളിലേക്കോ ഇന്ത്യയിലേക്കോ വന്നാൽ ഉറപ്പായും അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായും കാണും. നമുക്കറിയാം UN സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതാണ്. കോഴിക്കോടാണ്. ഇക്കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ഏകദേശം ഒരു 10-15ഓളം മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു ഈ പറയുന്ന സാഹിത്യ നഗര പദവി കോഴിക്കോട്. ഇത് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത്രയേറെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024
2023 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ സമാധാന സേനയിലെ വനിതാ അംഗത്തിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനസൂയ സെൻഗുപ്ത, ഓപ്ഷൻ ബി രാധിക സെൻ, ഓപ്ഷൻ സി സുധാമൂർത്തി, ഓപ്ഷൻ ഡി സഞ്ജന ഠാക്കൂർ. ഇതിൽ സുധാമൂർത്തി ആവാൻ സാധ്യതയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ? സുധാമൂർത്തിയുടെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തില് രാജ്യസഭയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത വ്യക്തിത്വമാണ് സുധാമൂർത്തി. അപ്പൊ അതുവര് ഈ പറഞ്ഞ സുധാമൂർത്തി എന്ന വ്യക്തിത്വമാകാൻ ഒരു സാധ്യതയില്ല. അപ്പൊ ബാക്കിയുള്ളതാണ് നമുക്ക് വേണ്ടത്. അനസൂയ സെൻഗുപ്തയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവരൊരു നടിയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ധാരണ. അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്യാം. ദെൻ രാധിക സെൻ, മേജർ രാധിക സെൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2023 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ സമാധാന സേനയിലെ വനിതാ അംഗത്തിന്റെ പേര് മേജർ രാധിക സെൻ ആണ്. അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേജർ രാധിക സെൻ ആണ് അതിന്റെ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത്. ഇനി 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഇന്ത്യൻ നടിയാണ് അനസൂയ സെൻഗുപ്ത. അപ്പൊ ഈ ഓപ്ഷനിൽ നിന്ന് മറ്റാളുകളെ കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഇന്ത്യൻ നടിയുടെ പേര് അനസൂയ സെൻഗുപ്ത എന്നാണ്. അപ്പൊ ഈ പറയുന്ന വ്യക്തികളെ പറ്റി പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികളെ പറ്റി ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന്, ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരന്റെ പേര് ഗോപി തോട്ടക്കുറയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. മിക്ക മത്സര പരീക്ഷയ്ക്കും ചോദ്യമായി വരാൻ സാധ്യതയുള്ളതാണ്. ഇത് മുൻകാല വർഷ ചോദ്യമാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? മുൻകാല വർഷ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ബഹിരാകാശ സഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? അപ്പൊ ഇവിടെ ഒരു കറണ്ട് അഫയർ ഉണ്ട്. ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഗോപി തോട്ടക്കുറയാണ്. അപ്പം നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഇതൊന്ന് ടിക്ക് ചെയ്ത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2024 അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആര്യഭട്ട അവാർഡ് പ്രഖ്യാപിക്കും. 2024 ഈ പറയുന്ന അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആര്യഭട്ട അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് പി സുബ്ബറാവു ആണ്. അപ്പൊ നമ്മൾ അനസൂയ സെൻഗുപ്തയെ പറ്റി ഡിസ്കസ് ചെയ്തു, മേജർ രാധിക സെന്നിനെ പറ്റി പറഞ്ഞു, ഗോപി തോട്ടക്കുറ ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കണം. ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യ ഇന്ത്യക്കാരന്റെ പേര് ഗോപി തോട്ടക്കുറ എന്നാണ്. അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആര്യഭട്ട അവാർഡ് 2024 നേടിയതാരെന്ന് ചോദിച്ചാൽ അത് പി സുബ്ബറാവു ആണ്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസം അറിയാമല്ലോ, ബുധനാഴ്ചയാണ്. ഇന്ന് വർക്കൗട്ട് ബാച്ചിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത് ഭരണഘടന. നമ്മൾ തരുന്ന മെറ്റീരിയൽ, ക്ലാസ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കണം. ദെൻ CA മൈക്രോ നോട്ട് പഠിക്കണം. ഇന്ന് തരുന്ന മൈക്രോ നോട്ട് പഠിക്കണം. പോക്കറ്റ് CA ഇന്ന് പഠിക്കേണ്ട പോക്കറ്റ് CA ഇതാണ്. പോക്കറ്റ് CA പഠിക്കണം. കറണ്ട് അഫേഴ്സിന് മൈക്രോ നോട്ട് കൂടി പഠിക്കണം. അതിന്റെ മെറ്റീരിയൽസും പഠിക്കണം. സയൻസ് SCRTയും NCRTയും കമ്പൈൻ ചെയ്തുള്ള സയൻസ് കൂടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിന്റെ എക്സാം പറഞ്ഞല്ലോ, ഇതിന്റെ ഈ ക്ലാസിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഈ പറയുന്ന ഭരണഘടനയുടെ നോട്ട്സ്, അതിന്റെ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റിനെ ബേസിലുള്ള കണ്ടന്റ്, മൈക്രോ നോട്ട്, പോക്കറ്റ് CA ഈ നോട്ട് തന്നെ, ദെൻ സയൻസിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തിയ കണ്ടന്റ് വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഇത്രയും സമയം, രാത്രി 9 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈ കണ്ടന്റ് വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും ഒരു വർക്ക് ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, വർക്ക് ഡയറി എന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വർക്ക് ഡയറി, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വർക്ക് ഡയറി എന്താ, അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന വർക്ക് ഡയറി സംവിധാനം എന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ ഇത്രയും പോയിന്റ് പഠിച്ചില്ലേ? ഇപ്പൊ അനസൂയ സെൻഗുപ്തയെ പറ്റി പഠിച്ചു, നിങ്ങൾ ഗോപി തോട്ടക്കുറയെ പറ്റി പഠിച്ചു, പി സുബ്ബറാവുവിനെ പറ്റി പഠിച്ചു, അതിനുശേഷം രാധിക സെന്, ദെൻ ചിത്ര വിശ്വേശ്വരന്, ശ്വേതാ കെ സുഗതൻ, പമേല അന്ന മാത്യു, അങ്ങനത്തെ ഉള്ള കുറച്ച് വ്യക്തികളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് അത് തിരിഞ്ഞു പോകുന്നു. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പൊ പറയുന്ന ചിത്ര വിശ്വേശ്വരൻ തിരിഞ്ഞു പോകുന്നു. അപ്പൊ അതെന്ത് ചെയ്യുക? 2024 നിശാഗന്ധി, 2024 നിശാഗന്ധി, ഇതെന്ത് ചിത്ര വിശ്വേശ്വരൻ, ഇങ്ങനെ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക, പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ പറയുന്ന 10, 40 അല്ലെങ്കിൽ 50 കണ്ടന്റ് ഉള്ള ഒരു PDF നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആകുന്ന, നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് തിരിഞ്ഞു പോകുന്ന ഉറപ്പുള്ള ഒരു 10ഓ 15ഓ കണ്ടന്റേ കാണത്തുള്ളൂ. അത് ക്രിസ്പി നോട്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. വലിയൊരു നോട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ചുരുക്കുന്നു. ഇനി വീണ്ടും അതിനെ ചുരുക്കരുത്, മാക്സിമം ചുരുക്കിയാണ് നമ്മൾ ഈ കണ്ടന്റ് തരുന്നത്. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഒന്ന് ചുരുക്കി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ ഒന്ന് മേക്ക് ചെയ്യുക. അത്
ഇന്നത്തെ ദിവസം രാത്രി 8 മണിക്കോ അല്ലെങ്കിൽ 8:30 ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യണം. ഇത് ഇന്നത്തെ റിവിഷനാ. ദെൻ ഈ ആഴ്ചയിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യാം, ഈ ഇങ്ങനെ ഓരോ ദിവസവും എഴുതിയ ചെറിയ ചെറിയ വർക്ക് ഡയറി നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ നടത്താം. നോക്കൂ, ഈ തരുന്ന എല്ലാ PDF നോട്ടും നമുക്ക് ഈ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്താ, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വർക്ക് ഡയറി നമുക്ക് എല്ലാ ആഴ്ചയിലും റിവൈസ് ചെയ്യാം. ഇനി ഇതേ വർക്ക് ഡയറി തന്നെ ഈ മാസത്തിൽ റിവിഷൻ നടത്താം. അപ്പൊ അങ്ങതാണ് വർക്ക് ഡയറിയുടെ ബ്രില്യൻറ്റ്. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു വായന ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും ഒരു വർക്ക് ഡയറി, അത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ, അത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഏത് GK പോർഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ, ഒരു വർക്ക് ഡയറി എപ്പോഴും. വർക്ക് ഡയറി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡയറി എന്നല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന നോട്ട് ബുക്ക് ആകാം, ഈവൻ നിങ്ങളൊരു പേപ്പർ കഷ്ണം എടുത്താലും അത് വർക്ക് ഡയറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വർക്ക് ഡയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വർക്കൗട്ട് ബാച്ചിലും ഈ പറഞ്ഞ കോമൺ ബാച്ചിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് വർക്ക് ഡയറി. അതൊന്ന് ഓർത്തു വെക്കുക. വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സെക്രട്ടറി അസെന്റ് സെയിൽസ്മാൻ 2025, 10th ലെവൽ മെയിൻസ്, സല്യൂട്ട് 2025, ഇത്രയും ബാച്ചാണ് നമുക്കുള്ളത്. നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് HSAയുടെ ഈ പറയുന്ന 2020 വർക്കൗട്ട് ബാച്ച് എന്ന് പറഞ്ഞ വർക്കൗട്ട് ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, വീണ്ടും പറയുന്നു, ആരെയും നിർബന്ധിക്കുന്നില്ല, ആരുടെ തലയിലേക്കും നമ്മളെ കോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന വർക്കൗട്ട് ബാച്ച് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുന്നില്ല. വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഇടുക. വാട്സ്ആപ്പ് മെസ്സേജ് ഇടുമ്പോൾ വർക്കൗട്ട് ബാച്ച് ഏത് വർക്കൗട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ വർക്കൗട്ട് ബാച്ചിന്റെ പേര്, ഇതൊക്കെയാണ് പേരുകൾ. ഈ വർക്കൗട്ട് ബാച്ചിന്റെ പേരിനോടൊപ്പം നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം രാവിലെ മുതൽ ധാരാളം ഈ പറയുന്ന കുട്ടികൾ മെസ്സേജ് ഇടുകയാണ്. അപ്പൊ അതിനകത്ത് ഏതാണ്, ഏത് ബാച്ചാണ്, ഏത് കുട്ടിയാണെന്ന് നമുക്ക് തിരിച്ചറിയണമല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത കണ്ടന്റിലേക്ക് പോവുകയാണ്. അടുത്തത് റസ്കിൻ ബോണ്ട് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. അത് കറണ്ട് അഫേഴ്സ് ആണ്. 2024 മെയ്യിൽ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരന്റെ പേരാണ് റസ്കിൻ ബോണ്ട്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ മത്സര പരീക്ഷയിൽ റസ്കിൻ ബോണ്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യം വന്നാൽ അത് മനസ്സിലാക്കിക്കോ. ഈ 2024 മെയ്യിൽ, കഴിഞ്ഞ 2024 മെയ്യിൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ ഒരു ഫെലോഷിപ്പ് നൽകിയുണ്ടായി. അതുകൊണ്ടാണ് ആ കറണ്ട് അഫേഴ്സ് വേണ്ടത്. ഇനി 2023 സരസ്വതി സമ്മാൻ ജേതാവിന്റെ പേര് പ്രഭാവർമ്മ എന്നല്ലേ? കൃതി മറക്കല്ലേ, രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് 2023 സരസ്വതി സമ്മാനം കിട്ടുന്നത്. ദെൻ ആയുഷ്മാൻ ഭാരത് പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി, ആ പദ്ധതിയെ പറ്റി പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവന്റെ പേര് ഡോക്ടർ VK പോൾ ആണ്. അപ്പം നമുക്ക് വേണ്ട ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി, ആ പദ്ധതിയെ പറ്റി പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? അത് ഡോക്ടർ VK പോൾ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന എല്ലാ നോട്ട്സും സൗജന്യമായിട്ടുള്ള PDF ഫയലും എല്ലാ ദിവസവും ഏകദേശം ഒരു 10,000-ലധികം പോൾ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി PSC ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. അവിടെ നമ്മൾ PSC ഇൻഫ്ലുവൻസറിന്റെ ഫ്രീ കണ്ടന്റ് ഗ്രൂപ്പാണ്. അതിൽ ഫ്രീ PDF ഉണ്ട്. രാത്രി 9 മണിക്ക് എല്ലാ ദിവസവും ഫ്രീ എക്സാം ഉണ്ട്. ദെൻ ഡെയിലി ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, കറണ്ട് അഫേഴ്സിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഏകദേശം 118ഓളം വർക്കൗട്ട് സീരീസ് എക്സാം നമ്മൾ ഇതുവരെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ടെലഗ്രാം ഗ്രൂപ്പിൽ. ഒത്തിരി ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. A മുതൽ Z വരെയുള്ള മുഴുവൻ ടെലഗ്രാം ഗ്രൂപ്പിലും ഉണ്ടായിക്കോട്ടെ. അതിനോടൊപ്പം ഇതുകൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് TM കൃഷ്ണനെ പറ്റിയുള്ളൊരു കറണ്ട് അഫെയർ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2024 സംഗീത കലാനിധി അവാർഡ് നേടിയത് TM കൃഷ്ണയാണ്. അപ്പൊ മദ്രാസുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മദ്രാസ് നഗരത്തിന്റെ ശില്പിയുടെ പേരെന്താണെന്ന് അറിയാമോ? ഫ്രാൻസിസ് ഡേ ആണ്. മറക്കരുത്, പുതുച്ചേരി നഗരമുണ്ട്, മദ്രാസ് നഗരമുണ്ട്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർട്ടിനും, ചെന്നൈ നഗരത്തിന്റെ ശില്പി അത് ഫ്രാൻസിസ് ഡേയുമാണ്. രണ്ട് ചോദ്യമാണ്. അടുത്തത് 2024 നമ്മൾ നേരത്തെ സുധാമൂർത്തിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ പറഞ്ഞായിരുന്നല്ലോ. 2024 അന്തർദേശീയ വനിതാ ദിനം നമുക്കറിയാം. അന്താരാഷ്ട്ര വനിതാ ദിനം March 8 ആണ്. ഈ March 8 രാജ്യസഭയിലേക്ക്, ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിതയുടെ പേരാണ് സുധാമൂർത്തി. അതൊന്ന് ഓർത്തു വെക്കണം.
അപ്പൊ നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 8 പ്രത്യേകത അന്തർദേശീയ വനിതാ ദിനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2024 അന്തർദേശീയ വനിതാ ദിനത്തിൽ ഈ പറയുന്ന രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യാം, ആളുകളെ നോമിനേറ്റ് ചെയ്യാമല്ലോ. ഈ പറയുന്ന സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് കായിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വ്യക്തിത്വങ്ങളെ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിതയുടെ പേര് സുധാമൂർത്തി എന്നാണ്. അത് ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആനുകാലിക സംഭവമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2024 ഫെബ്രുവരിയിൽ തമിഴ് സിനിമ സൂപ്പർ സ്റ്റാർ വിജയ് രൂപം നൽകിയ രാഷ്ട്രീയ കക്ഷി ഏതെന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആ രാഷ്ട്രീയ കക്ഷിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ 2024 ഫെബ്രുവരിയിൽ തമിഴ് സിനിമ സൂപ്പർ സ്റ്റാർ ആയ വിജയ് രൂപം നൽകിയ രാഷ്ട്രീയ കക്ഷിയുടെ പേര് തമിഴക വെട്രി കഴകം എന്നാണ്. അത് ഓർത്തുവെക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. തമിഴക വെട്രി കഴകം അല്ലെങ്കിൽ TVK എന്ന് പറയും. ഇതിന് മുദ്രാവാക്യം പിറപ്പോകും എല്ലാ ഉയിരിക്കും എന്നാണ്. അതായത് ആൾ ആർ ഈക്വൽ ടു ബെർത്ത്, നമ്മളെല്ലാവരും ജനിച്ചത് എന്താണ്, ഈക്വൽ ആയിട്ടാണ് ജനിച്ചത് എന്നാണ്. തിരുക്കുറളിൽ നിന്നാണ് ഈ മുദ്രാവാക്യം എടുത്തിട്ടുള്ളത്. തിരുക്കുറൾ എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവള്ളുവരാണ് തിരുക്കുറൾ എഴുതിയത്. ആ മുദ്രാവാക്യം, അതായത് പിറപ്പോകും എല്ലാ ഉയിരിക്കും എന്ന മുദ്രാവാക്യം എടുത്തിട്ടുള്ളത് ഈ തിരുക്കുറളിൽ നിന്നാണ്. തമിഴക വെട്രി കഴകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കും, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്ഥാപിച്ച വ്യക്തികളെ പറ്റി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്വാഭിമാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആരെന്ന EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ആ ചോദ്യങ്ങളൊന്നും പഠിച്ചു വെച്ചേക്കണം. അപ്പൊ അങ്ങനെ ധാരാളം സംഘടനകൾ, ധാരാളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഫോം ചെയ്ത വ്യക്തികളെ പഠിക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന തമിഴക വെട്രി കഴകം അല്ലെങ്കിൽ TVK സ്ഥാപിച്ചത് വിജയ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അമിതാഭ് ഘോഷ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമിതാഭ് ഘോഷിനെ പറ്റി നമ്മൾ പഠിക്കുന്ന 2024 ഇറാസ്മസ് പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരന്റെ പേരാണ് അമിതാഭ് ഘോഷ്. അമിതാഭ് കാന്ത് അല്ല, അമിതാഭ് ഘോഷ്. അടുത്തത് 2024 ഭാരതരത്ന ജേതാവായ കർപ്പൂരി താക്കൂർ. നമുക്കറിയാം 2024 ഭാരതരത്ന എത്ര പേർക്ക് നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് കർപ്പൂരി താക്കൂർ. അദ്ദേഹം ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണെന്നാണ് ചോദ്യം. ഉത്തരം ബീഹാർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിഹാരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ആ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന കർപ്പൂരി താക്കൂർ ആണ് 2024 ഭാരതരത്ന ജേതാവ്. അദ്ദേഹം മാത്രമല്ല, ധാരാളം ആളുകളുണ്ട്. അതിൽ ഈ കർപ്പൂരി താക്കൂരും ഒരു വ്യക്തിയാണ്. 2024 ഭാരതരത്ന ജേതാവായ കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ്? ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് ചോദ്യസാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. INS ജഡായു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജഡായു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ജഡായു ആണ്. ജഡായു സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ജഡായു പാർക്ക് കൊല്ലം ജില്ലയിലെ ഈ പറയുന്ന ചടയമംഗലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ അതിന്റെ ശില്പി രാജീവ് അഞ്ചലിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ INS ജഡായു, അപ്പൊ INS വരുമ്പോഴേ നമുക്കറിയാം ഒരു നേവൽ ബേസ് ആണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ INS ജഡായു എന്ന നേവൽ ബേസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. നിങ്ങൾ തന്നെ ഓപ്ഷൻ ഒന്ന് കമന്റ് ചെയ്തേ. കൊൽക്കത്തയാണോ, അത് ഗോവയാണോ, ചെന്നൈ ആണോ, ലക്ഷദ്വീപാണോ? ഞാൻ പറയുന്നതിന് മുമ്പ് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാലോ. ആൻസർ പിന്നാണല്ലോ നമ്മൾ പറയുന്നത്. കൊൽക്കത്ത, ഗോവ, ചെന്നൈ, ലക്ഷദ്വീപ്. ആൻസർ ലക്ഷദ്വീപാണ്. INS ജഡായു എന്ന നേവൽ ബേസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. ഇനി ബാക്കിയുള്ള 4 ഓപ്ഷൻ നിങ്ങൾ പരിശോധിച്ചാൽ പശ്ചിമ ബംഗാളിലാണ് കൊൽക്കത്ത. നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹാൾഡിയ തുറമുഖം സംവിധാനത്തെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചണമില്ല് റിഷറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കുന്ന റിഷറയിലാണ്, അത് കൊൽക്കത്തയിലാണ്. ദെൻ ഗോവയിലേക്ക് വന്നാൽ ഗോമന്തകം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണല്ലോ ഗോവ. മർമ്മ ഗോവയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് ഗോവ. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ചെന്നൈയുമായി ബന്ധപ്പെട്ട ചോദ്യം. ചെന്നൈ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. ചെന്നൈ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയുടെ പേരാണ് സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ആൻസറിലേക്ക് വരുന്നു. INS ജഡായു എന്ന നേവൽ ബേസ്
എവിടാ സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. കോറൽ പോളിപ്സിനെ പറ്റിയൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. അത് ചുണ്ണാമ്പ് കല്ലാണ്. ഈ പറയുന്ന കോറൽ പോളിപ്സിന്റെ സാന്നിധ്യ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ചുണ്ണാമ്പ് കല്ലിന്റെ പേരാണ് ഈ പറയുന്നത് പവിഴം അല്ലെങ്കിൽ കോറൽ എന്ന് പറയുന്നത്. അപ്പൊ പവിഴക്കുറ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലാണ് INS ജഡായു എന്ന നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ്, മറക്കല്ലേ, ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ 2024 മാർച്ച് 6 കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ബേസിന്റെ പേരാണ് INS ജഡായു. അപ്പൊ ജഡായു പാർക്ക് വേറെ, INS ജഡായു വേറെ, രണ്ട് ചോദ്യമാണ്. അടുത്തത് 12ാം നൂറ്റാണ്ടിലെ ഏത് പ്രസിദ്ധമായ ക്ഷേത്രത്തെ ഒരു ലോകോത്തര പാരമ്പര്യ കേന്ദ്രമാക്കി മാറ്റാനായിട്ട് ഒഡീഷ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശ്രീമന്ദിർ പരിക്രമ പ്രഗൽഭ? അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒഡീഷ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആത്മാവ്, സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഈ ഒഡീഷ ഗവൺമെന്റും യുനെസ്കോയും സംയുക്തമായിട്ടൊരു പ്രൈസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കലിംഗ സമാധാന പുരസ്കാരം, കലിംഗ പീസ് പ്രൈസ്. അപ്പൊ ഇവിടെ ഒഡീഷ സർക്കാർ 12ാം നൂറ്റാണ്ടിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തെ ലോകോത്തര പാരമ്പര്യ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തു. ആ പദ്ധതിയുടെ പേര് ശ്രീമന്ദിർ പരിക്രമ പ്രഗൽഭ എന്നാണ്. ആ പദ്ധതി ഏത് ക്ഷേത്രത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് വേണ്ടിയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ഒഡീഷയില. അവിടെ തിരിഞ്ഞു പോരുത്. ബ്ലാക്ക് പഗോഡയുണ്ട്, വൈറ്റ് പഗോഡയുണ്ട്. രണ്ട് ചോദ്യമാണ്. ബ്ലാക്ക് പഗോഡ എന്ന് ചോദിക്കും. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രവും വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും വേറെ. ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നവർക്ക് വേണ്ടി പറയുക, ഭൂരിയൊക്കെ ഉണ്ടല്ലോ, ഭൂരി അങ്ങനെങ്കിലും ഓർത്തു നോക്ക്. വൈറ്റ് മറക്കല്ലേ, വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രം. അതൊന്ന് ഓർത്തു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മ്യൂറൽ പഗോഡയുണ്ട്. മ്യൂറൽ പഗോഡ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മ്യൂറൽ പഗോഡ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ റാൻഡമായിട്ട് ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതാണ് വൈറ്റ് പഗോഡയുണ്ട്, ബ്ലാക്ക് പഗോഡയുണ്ട്. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രവുമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ നമ്മൾ വ്യക്തമായി പഠിച്ചു. ഇതിന്റെ ബാക്കിയും കൂടെ നമ്മൾ പഠിക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ കൃതികൾ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ തീരും. ഇതേപോലെ എല്ലാ ദിവസവും നിങ്ങൾ വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ ഓരോ ദിവസവും റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ നിങ്ങൾ എടുത്തോ ആ മത്സര പരീക്ഷകളെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സ് എത്ര മാർക്ക് ആയിക്കോട്ടെ അത്രയും മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നുമില്ല, ബ്രിട്ടനിൽ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രിയായി ഇന്ത്യൻ വംശജർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ വംശജരൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തിരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനത്ത് അപ്പോയിൻമെന്റ് വരുവാണെങ്കിൽ മത്സര പരീക്ഷയിൽ അത് ചോദ്യമായി ചോദിക്കാറുണ്ട്. ബ്രിട്ടനിൽ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രിയായി ഇന്ത്യൻ വംശജയുടെ പേരെന്താണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ പറഞ്ഞ ഇതിൽ ഏതാണ്? റോഷ്നി നാടാറാണോ, ലിസ നന്ദിയാണോ, കാമ്യ കാർത്തികേയനാണോ, സ്വപ്ന കല്ലിങ്കലാണോ? ഈ 4 വ്യക്തികൾക്കും പ്രത്യേകതയുണ്ട്. ബ്രിട്ടനിൽ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രിയായ ഇന്ത്യൻ വംശജയുടെ പേര് ലിസ നന്ദിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ആൻസർ ലിസ നന്ദിയാണ്. ഇനി സ്വപ്ന കല്ലിങ്കലിന്റെ പ്രത്യേകത എന്താ അറിയാവോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് 2024 ഒരു അവാർഡ് ഏർപ്പെടുത്തി, സ്പൈസസ് അവാർഡ്. ആ സ്പൈസ് അവാർഡാണ്, സ്പൈസസ് അല്ല, ഈ സ്പൈസ് അവാർഡ് നേടിയ കർഷകയുടെ പേര് സ്വപ്ന കല്ലിങ്കലാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി കാമ്യ കാർത്തികേയന്റെ പ്രത്യേകതയുണ്ട്. 16 വയസ്സിൽ, അതായത് 16ാം വയസ്സിൽ അവര് എവറസ്റ്റ് കീഴടക്കിയത്. അത് പ്രത്യേകത, എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന ചോദ്യത്തിന് ഉത്തരം അത് കാമ്യ കാർത്തികേയനാണ്. വീണ്ടും ആവർത്തിക്കുന്നു, സൗമ്യ അല്ല, കാമ്യ കാർത്തികേയന്റെ പ്രത്യേകത എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. 16 വയസ്സിലാണ് എന്ത് കീഴടക്കുന്നത്? എവറസ്റ്റ് കീഴടക്കുന്നത്. ഇനി ഈ പറയുന്ന അനാമിക ബി രാജീവിന് പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ്
ടിക്ക് ചെയ്ത് പഠിക്കണം. ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റിന്റെ പേര് അനാമിക ബി രാജീവാണ്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരുന്നു. ബ്രിട്ടനിൽ സാംസ്കാരിക കായിക വകുപ്പ് മന്ത്രിയായ ഇന്ത്യൻ വംശജയുടെ പേരെന്താ? അത് ലിസ നന്ദി എന്നാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് 2024 സ്പൈസ് അവാർഡ് നേടിയ കർഷക സ്വപ്ന കല്ലിങ്കലാണ്. കാമ്യ കാർത്തികേയന്റെ പ്രത്യേകത എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയുടെ പേര് കാമ്യ കാർത്തികേയൻ എന്നാണ്. 16 വയസ്സിലാണ് എവറസ്റ്റ് കീഴടക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റിന്റെ പേര് അനാമിക ബി രാജീവാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി റോഷ്നി നാടാറിന്റെ പ്രത്യേകത ഉണ്ട്. എന്തോന്നറിയാം റോഷ്നി നാടാറിന്റെ പ്രത്യേകത? അവർ ഇന്ത്യൻ സംരംഭകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 2024 ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ പട്ടം ലഭിച്ച ഇന്ത്യൻ സംരംഭകയുടെ പേര് റോഷ്നി നാടാർ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ഉണ്ട്. 2024 പാറ്റ് ടിൽമാൻ അവാർഡ് ജേതാവിന്റെ പേര് പ്രിൻസ് ഹാരിയാണ്. 2024 പാറ്റ് ടിൽമാൻ അവാർഡ് ജേതാവ് ആരാണ്? അത് പ്രിൻസ് ഹാരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഉറപ്പായും ചോദ്യസാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാഴ്സൺ കിച്ചൺ 21. ബഹിരാകാശത്ത് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാഴ്സൺ കിച്ചൺ ആണ്. 2024 കറണ്ട് അഫയർ ആയി പറയുന്നത് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാഴ്സൺ കിച്ചൺ. ഗോപി തോട്ടക്കുറയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗോപി തോട്ടക്കുറ. ഇത് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ആര്? കാഴ്സൺ കിച്ചൺ. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 2024 100ാം ജന്മദിനം ആഘോഷിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ജിമ്മി കാർട്ടർ എന്ന. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും, ഉറപ്പായും ചോദിക്കും. ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് ആ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയുടെ എത്രാം പ്രസിഡന്റ് ആണ്? ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മത്സര പരീക്ഷയിൽ ചോദ്യമായി വരും. അതിന് PDF സഹിതം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവ 2024 100ാം ജന്മദിനം ആഘോഷിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ജിമ്മി കാർട്ടർ എന്ന. ഇനി മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ നേതാവുണ്ടല്ലോ ഹസൻ നസറുള്ള. ഈ ഹസൻ നസറുള്ളയെ വധിക്കാൻ ഇസ്രയേൽ നടത്തിയ ഒരു സൈനിക ഓപ്പറേഷൻ ഉണ്ട്. ആ ഇസ്രയേൽ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്നാണ്. 2024 സെപ്റ്റംബർ 28 ഈ ഹസൻ നസറുള്ള മരണപ്പെടുന്നത്. അദ്ദേഹത്തെ ഈ പറയുന്ന മരണപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കത്തിലൂടെയാണ് മരണപ്പെടുന്നത്. ആ സൈനിക നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്നാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു അയൽ രാജ്യമായ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായ ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ചോദിച്ചാൽ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയാ? 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 2024 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച മാലദ്വീപ് പ്രസിഡന്റിന്റെ പേര് മുഹമ്മദ് മുയിസു എന്ന. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ഈ പറയുന്ന മാലദ്വീപിലെ പ്രധാനപ്പെട്ട മന്ത്രിമാര് വിമർശനങ്ങളൊക്കെ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അവരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു. അവർ 2024 ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച മാലദ്വീപ് പ്രസിഡന്റ് പേര് മുഹമ്മദ് മുയിസു എന്നാണ്. ദെൻ 2024 ഒക്ടോബറിൽ ടുണീഷ്യയുടെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പറയുന്ന ടുണീഷ്യയുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ പ്രത്യേകത. ആ ടുണീഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് കെയ്സ് സെയ്ദ. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 2024 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട അമേരിക്കൻ നഗരം ഉറപ്പായും ചോദിക്കും. ഉത്തരം സിയാറ്റിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട അമേരിക്കൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം സിയാറ്റിലാണ്. അതൊന്ന് ഓർത്തു. സിയാച്ചിൻ അല്ല, സിയാറ്റിൽ. സിയാച്ചിൻ വേറെ പ്രത്യേകത. അടുത്തത് 2024 നവംബറിൽ അന്തരിച്ച
പ്രഥമ ലോകസുന്ദരി പട്ടം നേടിയ വ്യക്തി. അപ്പൊ നമുക്കറിയാം ലോകത്ത് ആദ്യമായിട്ട് ലോകസുന്ദരി പട്ടം നേടിയ വ്യക്തിയുടെ പേര് ഹിക്കി ഹക്കൻസൺ ആണ്. അവർ 2024 നവംബറിൽ അന്തരിക്കുന്നു. അപ്പൊ വിയോഗവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനത്തൊക്കെയുള്ള ചരിത്ര വസ്തുതകൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ 2024 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് റിയ സിൻഹയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 2024 സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് 2024 ബുക്കർ പുരസ്കാര ജേതാവ് സമന്ത ഹാർവിയാണ്. ഈ കണ്ടന്റുകളെല്ലാം ബുക്കർ പുരസ്കാരം, നോബൽ പുരസ്കാരം ഒക്കെ റാൻഡമായിട്ട് ഏകദേശം 78ഓളം ടോപ്പിക്ക് നമ്മൾ കറണ്ട് അഫേഴ്സ് ബാച്ചിലും വർക്കൗട്ട് ബാച്ചിലും കൊടുത്തിട്ടുണ്ട്. ആ കറണ്ട് അഫേഴ്സുകളൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഓരോ ദിവസവും ഈ പറയുന്ന PDF-കളെല്ലാം കൃത്യമായിട്ട് വായിച്ച് റിവൈസ് ചെയ്ത് പോകും. ഓക്കെ, അടുത്തത് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്ന ആദ്യ വനിതയുടെ പേര് അത് സൂസി വൈൽസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് യുനിസെഫിന്റെ ഇന്ത്യൻ നാഷണൽ അംബാസഡറായി നിയമിച്ച ബോളിവുഡ് നടിയുടെ പേര് കരീന കപൂർ. യുനിസെഫിന്റെയാ. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ IMF, യുനിസെഫ്, IBRD, ലോകബാങ്ക് തുടങ്ങിയിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട ചോദ്യം ഇന്ത്യക്കാരോ മലയാളികളോ ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കണം. യുനിസെഫ് ഇന്ത്യൻ നാഷണൽ അംബാസഡർ ആയിട്ട് നിയമിച്ച ബോളിവുഡ് നടിയുടെ പേര് കരീന കപൂർ ആണ്. ഇനി ക്യാമലിഡുകളുടെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിക്കുന്നത് 2024. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ UN അവാർഡുകൾ ചോദിക്കും. ആ UN അവാർഡുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു PDF നോട്ട് വർക്കൗട്ട് ബാച്ചിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമലിഡുകളുടെ അന്താരാഷ്ട്ര വർഷം എന്നാണ് 2024. പ്രധാനപ്പെട്ടതൊന്ന് നോട്ട് ചെയ്യുക. അടുത്തത് ഇനി ചോദ്യസാധ്യതയുള്ള 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ചോദ്യസാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് പറയുക. ഒന്ന്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഉണ്ടല്ലോ, IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, അതിന്റെ അംഗമായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരുടെ പേര് അത് നിത അംബാനിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ താരമാണല്ലോ ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാനോടുള്ള ബഹുമാനാർത്ഥം പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയാണ് കേട്ടോ. പുറത്തിറക്കി എന്ന് പറയുന്ന വാർത്ത ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഏത് ഇന്ത്യൻ നടനോടുള്ള ബഹുമാനാർത്ഥമാണ് പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്? ഷാരൂഖ് ഖാനോടുള്ള ബഹുമാനാർത്ഥമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ എന്നറിയപ്പെടുന്ന വ്യക്തിയെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്തു വെക്കണം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിട്ട് നിയമിച്ചത് അപ്പോയിന്റ് ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് നാഷണൽ കെമിക്കൽ കമ്മീഷന്റെ ചെയർമാനായിട്ട് 2024 ജൂലൈയിൽ നിയമിതനായത് ഡോക്ടർ BN ഗംഗാധർ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റാണ്. നിങ്ങൾ അപ്പോയിന്റ്മെന്റുകളെല്ലാം പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ കണ്ടന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? അത് പ്രീതി സുദൻ അല്ലയോ? UPSCയുടെ ചരിത്രത്തിൽ രണ്ടാമത്തെ, അതായത് UPSCയുടെ വനിതാ ചെയർപേഴ്സൺ ആകുന്ന രണ്ടാമത്തെ വ്യക്തിത്വമാണ് പ്രീതി സുദൻ. ആദ്യത്തെ, അതായത് UPSCയുടെ ആദ്യ ചെയർമാനെ നമുക്കറിയാം റോസ് ബാർക്കർ ആണ്. ആ UPSCയുടെ ആദ്യ ചെയർപേഴ്സന്റെ പേര് റോസ് മിലൻ ബത്യു ആണ്. ഇവിടെ UPSCയുടെ നിലവിലെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുദനാണ്. UPSC അറിയപ്പെടുന്ന പേര് വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ മെറിറ്റ് സിസ്റ്റം എന്നാണ്. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ മെറിറ്റ് സിസ്റ്റം, ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. UPSCയുടെ പുതിയ ചെയർപേഴ്സൺ പ്രീതി സുദൻ. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് സംവിധാനമാണല്ലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പഴയകാലത്ത് ഇമ്പീരിയൽ ബാങ്ക് എന്നറിയപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 27ാമത് ചെയർമാനായി 2024 ഓഗസ്റ്റിൽ നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ചല്ല ശ്രീനിവാസുലു ശെട്ടിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 27ാമത് ചെയർമാനായിട്ട് എന്ന് അപ്പോയിന്റ് ആയത് 2024 ഓഗസ്റ്റിൽ നിയമിതനായ വ്യക്തിത്വമാണ് ചല്ല ശ്രീനിവാസുലു ശെട്ടി. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ പറ്റിയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലുണ്ടല്ലോ, അതിന്റെ അവലോകനത്തിന് വേണ്ടി ഒരു സംയുക്ത പാർലമെന്ററി സമിതി ഫോം ചെയ്തു. അതിന്റെ അധ്യക്ഷൻ ജഗദാംബിക പാലാണ്. ടിക്ക് ചെയ്ത് പഠിക്കണം.
പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനൊക്കെ ഉണ്ട്, അത് റാൻഡമായിട്ട് പഠിപ്പിച്ചോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിന്റെ അവലോകനത്തിനായിട്ട് രൂപവത്കരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷന്റെ പേര് ജഗദാംബിക പാലാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലെയും ഓരോ സ്ഥലങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ശക്തമായിട്ടുള്ള സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കും ശക്തമായ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അപരാജിത നിയമം പാസാക്കിയ ഈ നിയമസഭ അത് പശ്ചിമ ബംഗാൾ നിയമസഭയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഇന്ത്യക്കാരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വനിതാ ശാസ്ത്രജ്ഞയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്റർനാഷണൽ ബ്രെയിൻ റിസർച്ച് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞയുടെ പേര് ഷുഫ ടോലയാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ശക്തമായ സംരക്ഷണം നൽകുന്നതിന് ഉദ്ദേശിച്ചുള്ള അപരാജിത നിയമം പാസാക്കിയ നിയമസഭ പശ്ചിമ ബംഗാൾ. ഈ പശ്ചിമ ബംഗാൾ നിയമസഭയെ പറ്റി പഠിക്കുമ്പോൾ ഒരു ചോദ്യം കൂടി നിങ്ങൾ പഠിക്കണം. ചോദ്യം എന്താണെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഓർത്തു വെക്കണം. പെഗാസസ് എന്നറിയപ്പെടുന്ന ഒരു ഇസ്രയേലിന്റെ ഒരു ചാര സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഇസ്രയേലിന്റെ ഈ പറയുന്ന ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ശക്തമായ സംരക്ഷണം നൽകുന്നതിന് അപരാജിത നിയമം പാസാക്കിയ നിയമസഭ അത് പശ്ചിമ ബംഗാൾ നിയമസഭയാണ്. ഇത്രയും കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. പറഞ്ഞല്ലോ, ഇന്ന് പഠിക്കാൻ ഈ ക്ലാസ് മാത്രം പോരാ. കറണ്ട് അഫയേഴ്സിന്റെ പ്രധാനപ്പെട്ട നോട്ട്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഉണ്ട്, പ്രധാനപ്പെട്ട സയൻസ് ഉണ്ട്. ഇതെല്ലാം പഠിച്ചിട്ടാണ് രാത്രി 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ. 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷ, അതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, 10th ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, ഈവൻ HSA മത്സര പരീക്ഷ പോലും ആവട്ടെ, ആ എല്ലാ മത്സര പരീക്ഷയിലും കറണ്ട് അഫയേഴ്സ് നിർണായകമാണ്. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിന് എല്ലാ ദിവസവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി മെറ്റീരിയൽസ് തരുന്നത്, ക്ലാസ് തരുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.